ഇക്വേഷൻസ് ആർ സെയിം. ഓർത്ത് നോക്കുക, ഇങ്ങനെ കണ്ടാൽ സിൻസ് ദ ഇക്വേഷൻസ് ആർ സെയിം ദേ വിൽ ഹാവ് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ്. അതായത് ഒരു ലൈനാണ് ഉള്ളതെങ്കിൽ ഒറ്റ സ്ട്രേറ്റ് ലൈനെ കിട്ടുക. ഈ ഇക്വേഷൻ നമ്മൾ രണ്ട് ടേബിൾ വരച്ച് രണ്ട് വാല്യൂ കൊടുത്തിട്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിന്റെ 3rd ചാപ്റ്റർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് ഈ വീഡിയോ പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കൺസിസ്റ്റൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി, അതായത് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ. ചിലപ്പോൾ ചില ഇക്വേഷൻസ് ഒരേ ഇക്വേഷൻ തന്നെ അതിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ ആയിരിക്കാം. അപ്പൊ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആയിരിക്കാം, സൊല്യൂഷൻ ഇല്ലാത്ത ഇക്വേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലൈൻസ് പാരലൽ ആയിരിക്കാം. അങ്ങനെ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ, അതൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. അപ്പോ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ x + y + 3 = 0, x - y + 1 = 0. രണ്ട് ഇക്വേഷൻ ആയി. സോൾവ് ദീസ് ഇക്വേഷൻ ബൈ എനി മെത്തേഡ്. നമുക്ക് പഠിക്കാനുള്ള ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്, എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്, ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സിലബസിൽ അതില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. നമുക്കിത് കൺസിസ്റ്റൻസ് ആണോ, കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ, സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഈ ഇക്വേഷനിൽ x = 2 y = 1 എന്ന്, x = 2 and y = 1 is the only solution possible for the given equation when solved together. ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് x = 2 എന്നും y = 1 എന്നുമാണ്. സോൾവ് ചെയ്തിട്ടില്ല, സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ. സോൾവ് ചെയ്യുന്ന വഴി നമുക്ക് പുറകെ പഠിക്കാം. അപ്പോൾ ഇൻഡിവിജ്വലി ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ ഹാവ് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ്. ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉള്ള ഇക്വേഷൻ ഉണ്ട്, which means in one linear equation in 2 variable we will get infinite values of x and y which will satisfy the equation. ഒരു വാല്യൂ കൊടുത്തു. നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തത് എക്സിന് ഒരു വാല്യൂ വൈക്ക് ഒരു വാല്യൂ എക്സാക്ട് വാല്യൂ കിട്ടുന്നതായിരുന്നു. ഇനി അങ്ങനെ കിട്ടാത്തതുകൊണ്ട്, അതായത് ഒരു ലൈൻ തന്നെയാണെങ്കിൽ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് വൈക്ക് ആ ഇക്വേഷനിലെ ആ സ്ട്രേറ്റ് ലൈനിലെ തന്നെ അല്ലെങ്കിൽ ആ ഇക്വേഷനിലെ തന്നെ വാല്യൂ കിട്ടുന്ന തരത്തിലുള്ള ഇക്വേഷനും ഉണ്ട്. ഇനി സൊല്യൂഷൻ ഇല്ലാത്ത ഇക്വേഷൻസ് ഉണ്ട്. അതൊക്കെ എങ്ങനെയുള്ളതാണ്, എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. ബട്ട് വെൻ സോൾവ് ടുഗദർ വി ഗെറ്റ് ഓൺലി വൺ സൊല്യൂഷൻ, യുണീക് സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ മാത്രം കിട്ടുന്ന ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഗ്രാഫ് വെച്ച് ചെയ്ത് നമുക്ക് ഒരു ഇക്വേഷൻ, ഒരു സൊല്യൂഷൻ മാത്രം കിട്ടിയത്. യുണീക് സൊല്യൂഷൻ, ഒറ്റ സൊല്യൂഷൻ. അപ്പൊ നമ്മൾ ഇവിടെ എടുത്ത ആ ഇക്വേഷനിൽ, ഈ എക്സാമ്പിളിൽ x + y + 3 = 0, x - y + 1 = 0 എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് എക്സാക്ട് ഒരു സൊല്യൂഷൻ മാത്രം കിട്ടും, x = 2 y = 1. അത് നമ്മൾ സോൾവ് ചെയ്തിട്ടില്ല, ആൻസർ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് സോൾവ് ചെയ്യാൻ വിശദീകരിച്ച് പഠിക്കാനുണ്ട്. ഇനി അത് എങ്ങനെയുള്ള ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് എങ്ങനെയുള്ള ലൈൻസ് ആയിരിക്കും? ഈ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലെ ഗ്രാഫിൽ കണ്ടു, ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ കിട്ടുന്ന എക്സിന്റെയും വൈയുടെയും വാല്യൂ ആണ് ഈ ഇക്വേഷന്റെ എക്സാക്ട് സൊല്യൂഷൻ. 2x - y - 1 = 0. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. 2x - y - 4 = 0. ഇന്ന് നമ്മൾ സോൾവ് ചെയ്ത് നോക്കുന്നു. ആ വഴി നമ്മൾ പുറകെ പറയുന്നുണ്ട്, പഠിക്കാം. ഇപ്പോ ജസ്റ്റ് എന്താണെന്ന് പറയാൻ വേണ്ടി മാത്രം സോൾവ് ചെയ്യുന്ന വഴി പറയുന്നില്ല, ആൻസർ ചെയ്യുന്നു. അപ്പോൾ 2x - y = 1, 2x - y = 4. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇങ്ങനെയാണ്. 2x - 1 = 1, 2x - y = 1 എന്നും 2x - y = 4. ഇപ്പൊ തന്നെ മനസ്സിലാക്കാം അവിടെ എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ എലിമിനേഷൻ മെത്തേഡിൽ ചെയ്ത് നോക്കുന്നു. വി ഗെറ്റ് 3 = 0, which is not true. അതിന് നമ്മൾ പറഞ്ഞു അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ, എലിമിനേഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടില്ല, ക്ലാസ്സിൽ നമ്മൾ അത്ര എത്തിയിട്ടില്ല, എങ്കിലും എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ തന്നെ മനസ്സിലാവും ഇവിടെ പ്രശ്നമുണ്ട്. അപ്പൊ എന്താണ്? നോ സൊല്യൂഷൻ. ഇതിന് ഈ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് ഈ ഇക്വേഷൻ ഈ രണ്ട് കാര്യത്തിലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. നോ സൊല്യൂഷൻ. എന്തായിരിക്കും അപ്പം? അപ്പൊ ഈ രണ്ട് ലൈനും രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ലൈനുകളായിരിക്കും. ഇത് പാരലൽ ലൈൻ ആയിരിക്കും. ഇവര് തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല.
നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ പറഞ്ഞത് ലൈൻസ് കൂട്ടിമുട്ടിയാൽ ഇന്റർസെക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, എക്സാക്ട് സൊല്യൂഷൻ കിട്ടുക. ഈ ലൈൻ കൂട്ടിമുട്ടാത്തിടത്തോളം കാലം നമുക്ക് സൊല്യൂഷൻ ഉണ്ടാവില്ല. മാത്രമല്ല ഇത് ചെയ്തു വരുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു 2x - y = 1 2x - y = 4 ഒരിക്കലും ആകൂല, 3 = 0 ആകൂല. അപ്പോൾ ഇത് സൊല്യൂഷൻ ഇല്ല. അപ്പൊ ഇങ്ങനെ ഉള്ള ഇക്വേഷൻസ് ഇത് പാരലൽ ലൈൻസിന്റെ ഇക്വേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇക്വേഷനും ഒരുമിച്ചൊരു സൊല്യൂഷൻ ഒരിക്കലും കിട്ടൂല. ഇതിനെ മാറ്റി വെച്ചു. ഇനി അടുത്തത് x - y - 2 = 0, അതുപോലെ 2x - 2y - 4 = 0. ഇതിന്റെ ആൻസർ പറയുന്നതിന് മുമ്പ് ഇക്വേഷൻ ഒന്ന് നോക്കുക. x - y - 2 = 0 എന്ന് പറയുന്നത് ആ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 2x - 2y - 4 = 0. അപ്പോൾ ഇത് രണ്ട് ഇക്വേഷൻ അല്ലല്ലോ, ഇത് രണ്ടും ഒരു ഇക്വേഷൻ തന്നെയല്ലേ. ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷന് വാല്യൂന് മാറ്റം വരുന്നില്ല നമുക്കറിയാം. അപ്പൊ അങ്ങനെ മാറ്റം വരാത്ത സെയിം ഒരു ഇക്വേഷൻ തന്നെയല്ലേ ഇത്. അപ്പൊ ഈ ഇക്വേഷന് നമ്മൾ വാല്യൂ കൊടുത്ത് എങ്ങനെ ചെയ്താലും നമുക്ക് ഒരൊറ്റ ലൈനേ കിട്ടുള്ളൂ. Of say 1 and 2 multiply 1/2 we get equation 2. Dividing 1/2 we get 1. Which means, ഇപ്പൊ ഞാൻ പറഞ്ഞു, which means 1 and 2 may look different but are same. Hence 1 and 2 will have the same set of solutions. Since the equations are same, ഓർത്ത് നോക്കുക ഇങ്ങനെ കണ്ടാൽ, since the equations are same, they will have infinite solutions. അതായത് ഒരു ലൈൻ ആണുള്ളതെങ്കിൽ ഒറ്റ സ്ട്രേറ്റ് ലൈനെ കിട്ടുക. ഈ ഇക്വേഷൻ നമ്മൾ രണ്ട് ടേബിൾ വരച്ച് രണ്ട് വാല്യൂ കൊടുത്തിട്ട് ചെയ്താലും നമുക്ക് കിട്ടുന്നത് ഒറ്റ സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒറ്റ ലൈൻ, സൊല്യൂഷൻ അല്ല, ഒറ്റ ലൈൻ ആയിരിക്കും, ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. അവിടെ എക്സിന് ഏത് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാലും ആ പോയിന്റ്സ് എല്ലാം ഈ ലൈനിലെ തന്നെ പോയിന്റ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് they will have infinite solutions എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറെ കുറച്ച് പ്രോബ്ലം ചെയ്യുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. ഇപ്പോ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഇത് രണ്ടും സെയിം ഇക്വേഷൻ ആണ്, പ്രോബ്ലം ചെയ്യുമ്പോഴേ വ്യക്തമാകുള്ളൂ. അപ്പോൾ they will have infinite solutions. ഇതാണ് മൂന്നാമത്തെ പ്രത്യേകത. അപ്പൊ ഇത് എന്താണ്, കോയിൻസൈഡ് ചെയ്യുന്ന ലൈൻ എന്ന് പറയാം, അല്ലെ ഓവർലാപ്പ് ചെയ്യുന്ന ലൈൻ എന്ന് പറയാം. എങ്ങനെ പറഞ്ഞാലും ഇത് ഒരു ലൈനാണ്. അപ്പോ ഇൻഫിനിറ്റ് സൊല്യൂഷൻ, ഓവർലാപ്പിംഗ് ലൈൻസ്, കോയിൻസിഡന്റ് ലൈൻസ് എന്ന് കാണാം. ഇവിടെ ഇനി നോക്കേണ്ട കാര്യം, പക്ഷെ ഇവിടെ നോക്കേണ്ട കാര്യം, ഇതിൽ ഈ യുണീക് സൊല്യൂഷൻ ഉള്ളതിലും ഫസ്റ്റ് ഇക്വേഷനിലും അത് കൺസിസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ട്. തേർഡ് ഇക്വേഷനിൽ അതും കൺസിസ്റ്റന്റ് ആണ്, അതിനും സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ രണ്ടാമത് പറയാം, സെക്കൻഡ് ഇക്വേഷനുകളിൽ അവിടെ എന്തില്ല, ഇത് പാരലൽ ലൈൻസ് ആണ്, ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് സൊല്യൂഷൻ കിട്ടൂല, പാരലൽ ലൈൻസ് ആണ്, അപ്പൊ നോ സൊല്യൂഷൻ. അപ്പൊ ഓർത്ത് വെക്കുക, നമുക്ക് A1/8 എന്നൊക്കെ പറഞ്ഞ് എഴുതാനുണ്ട്. ഓർത്ത് വെക്കുക, യുണീക് സൊല്യൂഷൻ, ഇന്റർസെക്റ്റിംഗ് ലൈൻസ്, അത് കൺസിസ്റ്റന്റ് ആണ്. അവിടെ കൃത്യമായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഒരു എക്സും ഒരു വൈയും എക്സ് ആയിട്ട് നമുക്ക് വാല്യൂ കിട്ടും. ഇനി പാരലൽ ലൈൻസ് വരുന്ന കേസിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ രണ്ട് ലൈനും വെച്ചിട്ട് അതിന് കോമൺ ആയിട്ട് ഒരു എക്സോ വൈയോ വാല്യൂ ഇല്ല. ഈ ലൈൻ ഒരു ഇക്വേഷന്റെ എക്സും വൈയും ഉണ്ടാവുമായിരിക്കും, ഉണ്ടാവുന്നല്ല ഉണ്ട്. മറ്റേ ഇക്വേഷനും എക്സും വൈയും വാല്യൂ ഒക്കെ ഉണ്ട്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് എക്സും വൈയും ഇല്ല. കോമൺ ആയിട്ട് ഒരു എക്സോ കോമൺ ആയിട്ടൊരു വൈയോ ഇല്ല. അതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻ എടുത്തിട്ട് നമുക്ക് സൊല്യൂഷൻ, കോമൺ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നോ സൊല്യൂഷൻ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. ഇനി ഇൻഫിനിറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇക്വേഷൻ തന്നെയാണ്. ഏത് പോയിന്റ് എടുത്താലും ആ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സും വൈയും ആണ് നമുക്ക് കിട്ടുക. അതിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് എന്ന് പറയും. പക്ഷെ അതും കൺസിസ്റ്റന്റ് ആണ്, അതിന് സൊല്യൂഷൻ ഉണ്ട്, ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. എക്സിനും വൈക്കും വാല്യൂ നമുക്ക് കിട്ടും. ഇന്റർസെക്റ്റിംഗ് ലൈൻസിന് യുണീക് സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ എക്സ് ആയിട്ട് കിട്ടും. ഇൻഫിനിറ്റ് സൊല്യൂഷൻ, ഓവർലാപ്പിംഗ് ലൈൻസ് അല്ലെങ്കിൽ കോയിൻസിഡന്റ് ലൈൻസ് എന്ന് പറയുന്നതിന് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണ്, അത് ഒരു ലൈൻ തന്നെയാണ്, അതിന് സൊല്യൂഷൻ കിട്ടും. ഇനി പാരലൽ ലൈൻസ് ആണെങ്കിൽ നോ സൊല്യൂഷൻ ആയിരിക്കും. ഇനി അപ്പൊ അത് ഇൻകൺസിസ്റ്റന്റ് ആണ്, അതിന് സൊല്യൂഷൻ ഇല്ല. ഇനി കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോംസ്, അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ മനസ്സിലാക്കാൻ പറ്റും? ഗ്രാഫ് വരച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒന്ന് ചിന്തിച്ചാൽ കോമൺ സെൻസ് വെച്ച് നമുക്ക് ഇൻഫിനിറ്റ് സൊല്യൂഷന്റെ ഓവർലാപ്പിംഗ് ലൈൻസിൽ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. കാരണം ഫസ്റ്റ് ഇക്വേഷന്റെ മൾട്ടിപ്പിൾ ആണ് സെക്കൻഡ് ഇക്വേഷൻ. ഇനി ബാക്കി രണ്ട് കാര്യങ്ങൾ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാം, അതിനെന്തെങ്കിലും തിരിച്ചറിയാൻ നമുക്ക് മാർഗമുണ്ടോ?
അപ്പൊ കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോ ഫ്രം 1 ഗെറ്റ് ദ വാല്യൂസ് ഓഫ് a1 b1 c1. ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ എക്സ് പ്ലസ് വൈ പ്ലസ് 3 ഈക്വൽ ടു 0 എന്നുള്ളതിനെ നമ്മൾ a1 b1 c1 എടുക്കും. അതായത് ഒന്നാമത്തെ ഇക്വേഷൻ ആയതുകൊണ്ട് 1 എന്ന് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് a2 b2 c2 എന്ന് പറയാമല്ലോ. a1 ഈക്വൽ ടു 1 ഫസ്റ്റ് ഇക്വേഷൻ നോക്കാം. a1 ഈക്വൽ ടു 1 b1 ഈക്വൽ ടു 1 c1 ഈക്വൽ ടു 3. അവിടെ സെക്കൻഡ് ഇക്വേഷനിൽ a2 ഈക്വൽ ടു 1 b2 ഈക്വൽ ടു -1 c2 ഈക്വൽ ടു 1. ഇത് നമ്മൾ ചെയ്ത് നോക്കുന്നത് a1 ബൈ a2 നോക്കുന്നു, 1 ബൈ 1 നോക്കുന്നു, ഈക്വൽ ടു b1 ബൈ c1 ബൈ b1 ബൈ b2, a1 ബൈ a2 1 ബൈ 1 ആണ്. b1 ബൈ b2 ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 1 ബൈ -1 ആണ്. അപ്പൊ ഈക്വൽ അല്ല. അപ്പൊ a1 ബൈ a2 നോട്ട് ഈക്വൽ ടു b1 ബൈ b2. അപ്പൊ a1 ബൈ a2 b1 ബൈ b2 ഈക്വൽ അല്ലാതെ വന്നാൽ അപ്പൊ എങ്ങനെയാണ് നോക്കിയതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സിന്റെ വൈയുടെ കോയിഫിഷ്യന്റ് നമ്മൾ നോക്കുന്നു. അപ്പൊ a1 ബൈ ഒന്നാമത്തെ ഇക്വേഷനിലെ a1 b1 c1 എന്ന് കൊടുക്കുന്നു, രണ്ടാമത്തെ ഇക്വേഷനെ a2 b2 c2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ എക്സിന്റെയും വൈയുടെയും കോയിഫിഷ്യന്റ് നോക്കുന്നു. a1 ബൈ a2ഉം b1 ബൈ b2ഉം ഈക്വൽ അല്ലെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആണ്, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് യുണീക് സൊല്യൂഷൻ, എക്സാക്ട് നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. പാരലൽ ലൈൻസിന്റെ കേസിലേക്ക് വരുന്നു. a1 ബൈ a1ഉം a2ഉം a1ഉം b1ഉം c1 എഴുതി, a2ഉം b2ഉം c2 നമുക്ക് എഴുതാം. ഇതിൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി a1 ബൈ a2 ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടി, b1 ബൈ b2 ഈക്വൽ ടു 1 എന്ന് കിട്ടി. അതുപോലെ c1 ബൈ c2 ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 1. a1 ബൈ a2 b1 ബൈ b2 ഇത് രണ്ടും ഈക്വൽ ആണ്. പക്ഷേ c1 ബൈ c2 അതിന് ഈക്വൽ അല്ല. അപ്പൊ a1 ബൈ a2 ഈക്വൽ ടു b1 ബൈ b2 ആവുകയും ഇനി കോൺസ്റ്റന്റ് c1 ബൈ c2 അതിന് ഈക്വൽ അല്ലാതാവുകയും ചെയ്താൽ ഇത് പാരലൽ ലൈൻസ് ആയിരിക്കും. ഇത് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് ഇൻകൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ a1 ബൈ a2 നോട്ട് ഈക്വൽ ടു b1 ബൈ b2 ആണെങ്കിൽ നമുക്കൊന്നും നോക്കേണ്ട, c1 നോക്കേണ്ട കാര്യമില്ല, അത് കൺസിസ്റ്റന്റ് ആണ്, അതിന് യുണീക് സൊല്യൂഷൻ, ഒറ്റ സൊല്യൂഷൻ കിട്ടും. ഇനി സെക്കൻഡ് കേസിൽ a1 ബൈ a2 ഈക്വൽ ടു b1 ബൈ b2 നോട്ട് ഈക്വൽ ടു c1 ബൈ c2 ആണെങ്കിൽ അതിൽ കോമൺ ആയിട്ടൊരു വാല്യൂ ഉണ്ടാവില്ല, നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോ അത് ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇനി നെക്സ്റ്റ് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ഒരേ ലൈനാണ്. a1 എന്നെഴുതി പോകുന്ന പേരെന്ന് അറിയാവുന്നതുകൊണ്ട് a1 ബൈ a2 ഈക്വൽ ടു b1 1 ബൈ 2 ആണ്, b1 ബൈ b2 ഈക്വൽ ടു 1 ബൈ 2 ആയിരിക്കും ആണ്, c1 ബൈ c2 1 ബൈ 2 ആയിരിക്കും. അപ്പോൾ a1 ബൈ a2 ഈക്വൽ ടു b1 ബൈ b2 ഈക്വൽ ടു c1 ബൈ c2 ആണ്. അതിന്റെ അർത്ഥം എന്താ? ഇത് ഒറ്റ ലൈനാണ്. ഓവർലാപ്പിംഗ് ലൈൻസ് എന്ന് പറയും, കോയിൻസിഡന്റ് ലൈൻസ് എന്ന് പറയും. ഇത് ഒറ്റ ലൈനാണ്. അപ്പൊ ആ ലൈനിൽ എക്സിന് ഏത് വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വൈയുടെ വാല്യൂ ആ ലൈനിൽ തന്നെ ആയിരിക്കും, ആ ഇക്വേഷൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്തെടുത്താലും അതിന് സൊല്യൂഷൻ ഇല്ല എന്നല്ല, സൊല്യൂഷൻ ഉണ്ട്, കൺസിസ്റ്റന്റ് ആണ്. ഒരുപാട് സൊല്യൂഷൻസ് കിട്ടും, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഇനി അതിനെ നമുക്ക് ടേബിൾ ആക്കി എഴുതാം. ഓരോ കണ്ടീഷൻ പഠിച്ചു വെക്കാൻ വേണ്ടി ഇതുവരെ പറഞ്ഞത് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇനി ഓർത്ത് വെക്കാൻ ഈ ടേബിൾ ഓർത്താൽ മതി. a1 ബൈ a2 ഈക്വൽ ടു b1, a1 ബൈ a2 നോട്ട് ഈക്വൽ ടു b1 ബൈ b2 ആണെങ്കിൽ അത് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്, യുണീക് സൊല്യൂഷൻ, ഒറ്റ സൊല്യൂഷൻ കിട്ടും. ഇന്റർസെക്ട് ചെയ്യുന്നു, ആ പോയിന്റിൽ ഒറ്റ സൊല്യൂഷൻ. കൺസിസ്റ്റൻസ് ഓർ ഇൻകൺസിസ്റ്റന്റ്, ഇതിൽ നിന്ന് തന്നെ പറയാൻ പറ്റും എന്തായിരിക്കും. ഒറ്റ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, സൊല്യൂഷൻ കിട്ടുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആണ്. നെക്സ്റ്റ് a1 ബൈ a2 ഈക്വൽ ടു b1 ബൈ b2 ഒക്കെ ആണ്, പക്ഷേ നോട്ട് ഈക്വൽ ടു c1 ബൈ c2 ആണ്. എന്തായിരിക്കും? ഇതുവരെ പറഞ്ഞതിന് ഓർമ്മ വെച്ചിട്ട് പറയാം, ഓർത്ത് നോക്കാം. അപ്പോൾ അവിടെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ ഇല്ല, നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ ആണെങ്കിൽ എന്ത് പറയണം? ഇൻകൺസിസ്റ്റന്റ്. നെക്സ്റ്റ് a1 ബൈ a2 ഈക്വൽ ടു b1 ബൈ b2 ഈക്വൽ ടു c1 ബൈ c2 ആണെങ്കിൽ അത് ഒറ്റ ലൈനാണ്, സെയിം ലൈനാണ്. അപ്പോൾ അതിന് എന്ത് പേര് പറയാം? ഓവർലാപ്പിംഗ് ലൈൻസ് അല്ലെങ്കിൽ കോയിൻസിഡന്റ് ലൈൻസ് എന്നൊക്കെ പറയാം. അവിടെ സൊല്യൂഷൻ ഉണ്ടോ? ഉണ്ട്, ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് കൺസിസ്റ്റന്റ് അല്ലേ? സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പഠിച്ചു വെക്കാൻ ഇത് ഈ ഒരു ടേബിൾ ഓർത്ത് വെച്ചാൽ ഇത് പഠിച്ചു വെക്കാം. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇതുവരെ പറഞ്ഞതൊക്കെ അതിന്റെ കണ്ടീഷൻസ് പറഞ്ഞതാണ്, അത് കേട്ട് മനസ്സിലാക്കുക, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് നമുക്ക് പഠിച്ചു വെക്കേണ്ട കാര്യം, ഓർത്ത് വെക്കേണ്ട കാര്യം ഇതാണ്.